എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, വിഭവസമൃദ്ധമാണ്. ദോശയുണ്ട്, ഫ്രൂട്ട്സ് ആപ്പിൾ ഉണ്ട്, നാടൻ പേരക്കായ ഉണ്ട്, പിന്നെ ബുൾസൈ ഉണ്ട്, പിന്നെ വെണ്ടക്കായ മീൻകറി പോലെ വെച്ചത്. ഈ കറി ഞങ്ങൾ മീൻ മേടിച്ചു തുടങ്ങിയിട്ടില്ല. നമ്മുടെ കൊച്ചിയിൽ കപ്പൽ മുങ്ങിയതിന് ശേഷം കെമിക്കലും എണ്ണയൊക്കെ കടലിൽ പരന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ മീൻ മേടിക്കാറില്ല, മീൻ കഴിക്കാറുമില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കെമിക്കല് ആ ഓയിൽ പടർന്നിട്ട് ആളുകൾക്ക് അസുഖം ഉണ്ടാവുന്ന ഒരു പഠനമുണ്ട്. അപ്പോൾ ആ ഒരു പഠനം നമ്മൾ വിശ്വസിക്കണം. അത് കാരണം നമ്മൾ മീൻ മേടിക്കുന്നില്ല. പിന്നെ ഈ കറി ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ കോഴിമുട്ട കോഴിമുട്ട ഇങ്ങനെ കൊത്തിപ്പൊരിച്ചിട്ട് അത് കറി വെച്ചിട്ട് കൊണ്ടുവരും. അത് കണ്ടിട്ട് അങ്ങനെ സിജോന്റെ ആ കറി കണ്ടിട്ട് ഞാൻ വന്നിട്ട് വീട്ടിൽ ഭാര്യയോട് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ കറിയാ. സൂപ്പർ കറി കേട്ടാ, കിട്ടുക്കാച്ചി. ഇന്ന് ഞാൻ കൊണ്ടുപോയിട്ട് അഖില് പറഞ്ഞു സൂപ്പറായിട്ട് തന്നു. പിന്നെ ഇത് ബിസ്ക്കറ്റ് നമ്മുടെ പാഡി ഫാർമേഴ്സ് അസോസിയേഷൻ്റെയാണ്. പിന്നെ ക്രീം ഇതെൻ്റെ മോള് ശ്രീദേവി അവള് ഡെക്കറേറ്റ് ചെയ്തതാണ്. എന്താ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലേ, അവളുടെ സ്കൂളിൽ നിന്ന് സിസ്റ്ററിൻ്റെ ഫീസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഫീസ്റ്റിൻ്റെ ഭാഗമായിട്ട് സിസ്റ്റർ എല്ലാവർക്കും 5 സ്റ്റാർ കൊടുത്തു. അപ്പോൾ ഈ 5 സ്റ്റാർ കൊണ്ടുവന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു ശീലമുണ്ട്. അവർക്ക് കിട്ടുന്നത് ഒരു മിഠായിയായാലും അത് കൊണ്ടുവന്നിട്ട് അവരുടെ വീട്ടിലുള്ളവർക്കും, ചേച്ചിയായാലും അനിയനായാലും അനിയത്തിയായാലും അമ്മയായാലും അച്ഛനായാലും അച്ഛമ്മയായാലും അച്ചാച്ചനായാലും എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കഴിക്കാൻ പഠിപ്പിക്കുക. അത് പഠിപ്പിച്ചാലുണ്ടല്ലോ അവർക്ക് ഭാവിയിലും ആളുകൾ മനുഷ്യനായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിന് തുടക്കത്തിലേ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ പൊക്കി പറയല്ല, നിങ്ങളുടെ മക്കളും എല്ലാവരുടെ മക്കളും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ എൻ്റെ മോള് എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് ആ ഡയറി മിൽക്കിനെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തവർക്ക് ഡയറി മിൽക്കല്ല 5 സ്റ്റാർ, സോറി ഡയറി മിൽക്കല്ല 5 സ്റ്റാർ. ബാക്കിൽ നിന്നിട്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്, ഡയറി മിൽക്കല്ല 5 സ്റ്റാർ എന്ന് പറയാൻ. ശ്രീദേവിയും ശ്രീദേവിയുടെ കൂട്ടുകാരും അല്ലേ. അപ്പോൾ അതാണ് ഈ ബിസ്ക്കറ്റ്. പിന്നെ കഥകൾ ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് ടുവിന് ചേരാൻ, പ്ലസ് ടു അല്ല, ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയിരുന്നു. അപ്പോൾ ഭയങ്കര മാർക്കായിരുന്ന കാരണം നമുക്ക് ഒരിക്കലും സീറ്റ് കിട്ടിയില്ല. നമ്മൾ വലിയ കോളേജ് ശ്രീകൃഷ്ണ കോളേജ്, പിന്നെ എവിടെ കേരളവർമ്മ കോളേജ്, ഇവിടെ അപ്ലൈ ചെയ്തു. ഒരാൾ വിളിക്കുമോ, ഭയങ്കര മാർക്കായിരുന്നു. അപ്പോൾ വെല്ലിശൻ വില്ലേജ് ഓഫീസറായ കാരണം വെല്ലിശൻ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് ചേർന്നു. അപ്പോൾ പക്ഷേ ഒരാൾ റെക്കമെൻഡ് ചെയ്യാൻ, അതായത് ഒരു മാനേജ്മെൻറ്റ് കോട്ടയിൽ ആ ആൾ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ മറ്റാളോട് റിക്വസ്റ്റ് ചെയ്യുക. ഒരാൾക്ക് വേണ്ടിയിട്ട് ആൾ റിക്വസ്റ്റ് ചെയ്യാൻ മാത്രം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങോട്ടൊരു ബുദ്ധിമുട്ടാവുമെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. എന്താ വെച്ചാൽ ഒരാളിനെയും അങ്ങനെ റിക്വസ്റ്റ് ഒരു നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ മറ്റൊരാളുടെ മുമ്പിൽ തല താഴ്ത്തിക്കുന്നതിന് തുല്യം നമ്മൾ അത് ചെയ്യുന്നത് തെറ്റല്ലേ അല്ലേ. ഇനിയാണ് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഞാൻ വലുതായപ്പോൾ എനിക്ക് ബോധം വന്നപ്പോൾ എനിക്കത് മനസ്സിലായത്. ഞാൻ അന്ന് പോയി വെല്ലിസിനെ കൊണ്ട് റിക്വസ്റ്റ് ചെയ്യിച്ചിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് കോട്ടയിൽ കയറി ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചത്. എന്താ ടേസ്റ്റ്. എൻ്റെ അതിൽ കഥ പറഞ്ഞപ്പോൾ ഇത് കഴിക്കേണ്ട കാര്യം മറക്കുക. പിന്നെ വേറെ കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതേപോലെ ഇത് പറഞ്ഞപ്പോഴാ ആരും എന്നെ ഓർക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഗൾഫിൽ പോയപ്പോൾ എൻ്റെ മൂത്ത വലിച്ചുണ്ട് ഷമ്മു വലിച്ചൻ, ഇത് രാമകൃഷ്ണ വലിച്ചൻ നടന്നു നമുക്ക് അന്ന് വേണ്ടി റെക്കമെൻഡ് ചെയ്ത്. അതേപോലെ ഗൾഫിൽ പോയപ്പോൾ ഷമ്മു വലിച്ചൻ എന്നെ കൊണ്ടുപോയിട്ട് കുറേ കടകളിൽ കുറേ ആൾക്ക് വലിച്ചിന് പരിചയമുള്ള കുറേ വലിയ കമ്പനികളിൽ പോയിട്ട് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കിട്ടിയില്ല. ഞാൻ നല്ല പഠിപ്പുള്ള കാരണമായി അയാളെ എനിക്ക് ഒരിക്കലും കിട്ടിയില്ല. അങ്ങനെ ഇതെടുക്കാൻ മറന്നു. ഇതൊക്കെ ആദ്യം കഴിക്കേണ്ടത് അല്ലേ. എനിക്ക്
നമ്മുടെ സർവീസിൽ ആൽബിൻസാൻ വന്നിട്ട് എന്നോട് പറയാം, എടാ നല്ല ഉഴുന്നുവട നമ്മുടെ KSRTC സ്റ്റാൻഡില്ലേ അതിൻ്റെ അവിടെ ഉണ്ട്, അവിടെ നല്ല ഉഴുന്നോടെ കിട്ടും. ഇന്നലെ ഞാൻ നമ്മുടെ മുല്ലശ്ശേരിയിലെ ആൽഫ ബേക്കറിയിൽ നിന്ന് കഴിച്ച ചളിഞ്ഞ ഉഴുന്നോടനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ആളിന്ന് ഉച്ചയ്ക്ക് എന്നോട് വന്നിട്ട് പറയാം, മോഹിത്താൻ നല്ല ഉഴുന്നോട അവിടെ കിട്ടൂട്ടാ നിന്നു. അപ്പോൾ ആൽബിൻസാൻ ഞാനത് നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യാം. നമ്മുടെ വെണ്ടക്കായ മീൻകറി, വെണ്ടക്കായ കറി എനിക്കിഷ്ടമായി. അയ്യോ, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ ഫ്രൂട്ട്സും തൊട്ടില്ല, കറിയിലേക്ക് കിടന്നു. ഒരു മിനിറ്റ്. പേരക്കായ, നാടൻ പേരക്കായ്ക്ക് തൊലി കട്ടി കൂടും. കഴിക്ക്, പീസ് കഴിക്കും. നമ്മളിപ്പോൾ ഈ എന്താ പറയുക, ഈ കാലാവസ്ഥയിൽ ഈ പേരക്കായൊക്കെ കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം കേട്ടോ. പച്ചാപ്ല, പലരും പച്ചാപ്പിള് കഴിക്കാറുണ്ട്. എൻ്റെ മോൾക്ക് ശ്രീലക്ഷ്മിക്ക് നല്ല ചുമയുണ്ട്, കഫക്കെട്ടുണ്ട്, മൃതികാതിലേക്ക് എന്നിട്ട് ഞാൻ കോട്ടക്കലിൽ നിന്ന് മേടിച്ചോണ്ട് നോക്കുന്നുണ്ട്. 3 നേരം കുറേശ്ശെ കഴിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. കഫം പോവാനാണ് മൃതികാതിലേഹ്യം, നമ്മുടെ കോട്ടക്കലിൻ്റെ. ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ കഫം ക്ലിയർ ആയിട്ട് പോവും. കഴിക്കില്ല എന്താ വെച്ചാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നാവ് തരിപ്പുണ്ടാവും, ചെറിയ രീതിയിൽ തരിപ്പ് വരും. എൻ്റെ മോള് ഇത് അവിടെ ഉണ്ടാക്കണം ബിസ്ക്കറ്റാട്ടാ, നമ്മുടെ മുതുവറ ലൈവ് സൂപ്പർ മാർക്കറ്റിൽ. ഞാനിപ്പോൾ എന്ത് കഴിക്കാനും ഇന്ന് സുജീഷ് സാൻ വന്നിട്ട് പപ്പടം എടുത്തിട്ട്, ഇത് നോർമൽ പപ്പടാണോ നമ്മുടെ ലൈവ് സൂപ്പർ മാർക്കറ്റിലെ പപ്പടാണോ എന്ന് ചോദിച്ചു. ഞാൻ എന്ത് സാധനം കഴിക്കാനും ഓരോരുത്തർ വിഘ്നേഷ് വന്നിട്ട്, ഇത് നമ്മുടെ നിങ്ങൾക്ക് പാഡി ലൈവ് സൂപ്പർ മാർക്കറ്റുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നൊക്കെ. നല്ല സാധനമായ കാരണം നമ്മൾ പ്രൊമോട്ട് ചെയ്യണ്ടാട്ടാ, അല്ലാണ്ട് നമുക്ക് അവിടെ ഒരു ബന്ധമില്ല. അതെ, സുദേവി സൂപ്പറായിട്ട് കേട്ടാ. എന്നോട് ഇന്നൊരാൾ ചോദിച്ചേ, നിങ്ങൾ ഈ പനം കൽക്കണ്ടിട്ട ചായ മാത്രം കുടിക്കുള്ളൂ, പഞ്ചസാര ഇട്ട ചായ കുടിക്കില്ലേ? പനം കൽക്കണ്ടം നല്ലതാ ശരീരത്തിന്. പഞ്ചസാര നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ചെറിയ കുട്ടികൾക്ക് കുറുക്കൊക്കെ കൊടുക്കുമ്പോഴേ പനം കൽക്കണ്ടാണ് ഇത്. അപ്പോൾ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഈ സാധനമൊക്കെ ഉപയോഗിച്ച് നോക്കി, എത്ര പഞ്ചസാരേനേക്കാളും അത്രയ്ക്ക് മധുരം വരില്ല എന്നുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്, എടുക്കാതിയാണ്. അധികം പറഞ്ഞ് ബോറടിപ്പിക്കില്ല. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.